നമസ്കാരം. വാവ സുരേഷിനെ അറിയാത്തവരാരും ഉണ്ടായില്ല. നമ്മുടെ കേരളം മറികടന്ന് ലോകം എവിടേക്കുണ്ടോ ആ ലോകം ഉള്ളിടത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് വാവ സുരേഷ്. എനിക്ക് അത്ഭുതമാണ് വാവ സുരേഷ്. വളരെ കാലം മുമ്പ്, ഒരു 40 വർഷത്തിന് മുമ്പ്, 35 വർഷത്തിന് മുമ്പാണ് ചെറിയ മകനുമായിട്ട് നെയ്യാർ ഡാമിലുള്ള ലയൺസ് പാർക്കിൽ പോയി. അപ്പോൾ ആ കുട്ടി എൻ്റെ മടിയിലിരിക്കുകയാണ്. പണ്ട് പൂർവാശ്രമത്തിലെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ 4 ചുറ്റും സിംഹങ്ങളാണ്. ഈ വണ്ടി നമ്മളിങ്ങനെ അകത്തേക്ക് കയറി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കാലിൽ കൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി. ഞാൻ നോക്കുമ്പോൾ ഒരു നാഗം ഇഴഞ്ഞ് എൻ്റെ കാലിൽ കൂടെ കയറി എൻ്റെ ഈ മടിയിൽ നിന്നിട്ട് ഇങ്ങനെ ഭണം ഉയർത്തി. നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിൻ്റെ മുഖം പുറത്തോട്ട് കാണിച്ച് ഡ്രൈവറോട് പറഞ്ഞു, നീ ഇതിലേക്ക് നോക്കണ്ട, അത് ഇറങ്ങിപ്പൊക്കോളും എന്ന് പറഞ്ഞു. ഒരു ചെറിയ പാമ്പാണ്, ചെറിയ നാഗമാണ്, സർപ്പമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ചെറിയ ഭണമാണ്. അതിങ്ങനെ ഉയർത്തിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങി പാൻറ്റായിട്ടിരുന്നു അതിൻ്റെ പുറത്തൂടെ ഇറങ്ങി അത് വണ്ടിയുടെ അകത്തൂടെ കയറി. പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം സിംഹങ്ങളാണ് 4 ചുറ്റും. നമ്മുടെ നെയ്യാർ ഡാമിലെ ലയൺസ് പാർക്കിൽ സംഭവിച്ചതാണ്. അപ്പോൾ തിരിച്ച് അന്ന് നാഗമന്ത്രം ജപിക്കും. അനന്തം വാസിയും ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലന്തർരാക്ഷൻ ദക്ഷയൻ കാളിയൻ സർപ്പമന്ത്രവും. സർപ്പമന്ത്രം എപ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ കിടക്കുമ്പോഴും 8 തവണ ജപിക്കണം എന്നാണ്. അത് ജപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഊർജ്ജമുണ്ട്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ ശരീരത്തിലുള്ള 7,000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുകളും മനുഷ്യനിർമ്മിതം എന്ന് വേണം തന്ത്രശാസ്ത്രത്തിൽ, നിഗൂഢ തന്ത്രശാസ്ത്രത്തിൽ പറയും. അപ്പം ഞരമ്പുകളെല്ലാം തന്നെ നാഗങ്ങളാണ്, ബീജങ്ങളെല്ലാം തന്നെ നാഗങ്ങളാണ്, ബോധത്തിൽ നിന്ന് ഉണരുന്നതെല്ലാം നാഗങ്ങളാണ്. ലഹരിയും നാഗവും തമ്മിൽ പറ്റില്ല. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുടെ നമ്മുടെ തലച്ചോറിലെ മൈക്കുകളെയും ആ നാഗത്തിനെ ഇല്ലാതാക്കി കളയും. അപ്പോൾ അവരിങ്ങനെ ഉണങ്ങും അകത്തേക്ക്. നാഗങ്ങൾക്ക് നാശം സംഭവിക്കുന്ന ശരീരമാണ്. നമ്മളിപ്പം ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന, ADMA ഒക്കെ ഉപയോഗിക്കുന്ന, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവർക്ക് അത്രയും വരില്ല, പക്ഷെ നാശം സംഭവിക്കും ശരീരത്തിന്. ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ നാഗങ്ങൾ ചത്തി ഇങ്ങനെ ഉണങ്ങിപ്പോകും. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ പോവും. അവർക്ക് വേറെ ഒന്നും കാണില്ല. നാഗങ്ങൾ ജീർണിച്ച് നശിച്ച ശരീരങ്ങൾ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെ കണ്ടറിയാം. അവരുടെ മുഖത്തിനൊക്കെ ഒരുപാട്. ഇപ്പം മലയാളത്തിലെ ചില നടന്മാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഇപ്പം ഈ MDMA കേസിൽ പിടിച്ച ഒരു നടൻ്റെ മുഖത്ത് നോക്കിയാൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് രക്ഷപ്പെടാൻ പറ്റില്ല, നാഗങ്ങൾ ചത്തു തുലഞ്ഞു. ഇപ്പം നമ്മുടെ നാഗലോകത്തു നിന്നും അനുഗ്രഹം കിട്ടിയ ആളാണ് വാവ സുരേഷ്. 2 തവണ നാഗം കൊത്തിയപ്പോഴും അദ്ദേഹത്തിന് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ തറപ്പിച്ച് പറഞ്ഞു അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടും. നാഗം നാഗലോകത്ത് നിന്ന് അനുഗ്രഹിച്ച് വന്ന ആൾക്ക് മാത്രമേ വാവ സുരേഷുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. അപാര അനുഗ്രഹമുള്ള മനുഷ്യനാണ്, അപാരമായിട്ടുള്ള. അപ്പോൾ ഇത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, നാഗങ്ങളെ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ ഉണ്ടാവും. നമ്മൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നന്മ ചെയ്താൽ അതിൽ തിന്മ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. വാവ സുരേഷിലെ വീട്ടിൽ നാഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ചെളി കുളിപ്പിച്ചിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടായി. ഞാൻ അതിലേക്ക് വരാം. ഈ മണികർണിക എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ഇറങ്ങി. അതൊരു നാഗത്തിൻ്റെ സബ്ജക്റ്റാണ്. ആ നാഗത്തിൻ്റെ സബ്ജക്റ്റ് എഴുതാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ, കേദാറിൻ്റെ താഴ്വരയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ പഞ്ചപാണ്ഡവരുടെ കാലത്തെ കണ്ട് പണിത ഒരു പ്രത്യേക ആണെന്ന് പറയപ്പെടുന്നു. അവിടെ ഒരു ചെളി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിൽ ഒരു ചെറിയ നാഗം വന്നിരിക്കും. ഞാൻ വെളുപ്പിന് അവിടെ അതുവഴി പോകുമ്പോൾ, അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ താമസിക്കാനും നമുക്ക് പറ്റില്ല, അവിടെ കിടന്ന് ചത്തുപോകും എന്ന് വിചാരിച്ചതാണ്. ഒരു പൂ പറിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. ഒരു ദിവസം ഞാൻ അവിടുന്ന് യാത്ര കഴിഞ്ഞ് തിരിയുന്ന സമയത്ത് ഞാൻ അവിടെ പോയിപ്പോൾ ഈ നാഗം ഇങ്ങനെ അതിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോവുകയാണ്, ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ ഭണമുയർത്തി. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ജന്മത്തിൽ ഈ നാഗം ഒരു കന്യകയായി ഇദ്ദേഹത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വരുന്ന ഒരു കഥ എഴുതി. അതാണ് മണികർണിക. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ എഴുതിയതാണ്. ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരക്കഥയാക്കുമ്പോൾ അത് ഞാൻ കണ്ണിന് ഒരുപാട് നോവൽ ഒരുമിച്ച് എഴുതി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് ഇൻ്റർവെൽ സമയത്ത് ഈ നാഗത്തിനെ പിടിക്കാനായിട്ട്, ഈ മണികർണിക എന്നാണ് ആ നാഗയക്ഷിയുടെ പേര്, വാവ സുരേഷ് വന്നിറങ്ങുന്നു ഇടനേരം എന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ എൻ്റെ മരത്തിലൊരെണ്ണം ഭണം ഉയർത്തി അങ്ങനെ ഇരിക്കുന്ന ഒരു പാമ്പ്. ടീച്ചർ പേടിച്ചു പോയി, ഭാര്യ പേടിച്ചു പോയി, എനിക്കൊരു പേടിയും തോന്നിയില്ല. അവരകത്തേക്ക് ഇരുന്നിട്ട് ഓടി. ഞാൻ ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതകത്ത് തന്നെ ഇങ്ങനെ ഭണം ഉയർത്തി ആടിക്കൊണ്ടിരുന്നു. ഞാനപ്പോൾ വാവ സുരേഷിനെ വിളിച്ചു. എവിടെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ പൂജപ്പുര മഹേശ്വരൻ നായരെ കൗൺസിലറെ കൊണ്ട് നമ്പർ എടുപ്പിച്ച് വാവയെ വിളിച്ചു. ഞാനാണെന്ന് പറഞ്ഞില്ല വാവേൻ്റെ അടുത്ത്. ആറ്റിങ്ങൽ എവിടെയോ നിൽക്കുവാണ് ഒരു തന്നെ നമ്മുടെ ഒരു അതിഥിയുടെ കൂടെ ലക്ഷണം നോക്കി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാ വെമ്പായത്താണ് ഇവിടം വരെ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പുള്ളി അയ്യോ സ്വാമി ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്, ഈ പഴയ കഥ അറിയാം, ഞാൻ പിടിക്കില്ല എന്ന് പറഞ്ഞു നാഗത്തിന്. ഇവിടുന്ന് ഒരു പാമ്പിനെ ഞാൻ പിടിക്കത്തില്ല, അത് അങ്ങനെ തേടി വന്നതാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. എന്തായാലും അദ്ദേഹം പിടിച്ചില്ല. പോകാൻ നേരത്തെ ഞാനൊരു വെള്ളി നാഗവും ജപിച്ചു കൊടുത്തു, ഇത് കഴുത്തി കിടക്കട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നാഗത്തിൻ്റെ മണമാണ്, നാഗത്തിൻ്റെ കണ്ണുകളാണ്. വാവ സുരേഷ് നമ്മളെ കേരളത്തിന് നമുക്ക് കിട്ടിയ ഒരു വലിയ പുണ്യമാണ്. നാഗങ്ങൾ അദ്ദേഹത്തിന് കീഴടങ്ങി കൊടുക്കുക ചെയ്യുന്നത്. ആ നാഗങ്ങൾ ഓടിപ്പോവില്ല, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ആ സ്മെല്ല്, ആ മണം അടിക്കുമ്പോൾ തന്നെ ആ നാഗങ്ങൾക്കറിയാം ഇത് ഞാൻ അവിടെ നമ്മുടെ നാഗലോകവുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് പിടികിട്ടും. ഞാൻ അനന്തപുരത്തിൽ ഒരുപാട് നാഗങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. നാഗത്തിൻ്റെ കഥ, നാഗങ്ങളെ നിങ്ങൾ ഈ നാഗമന്ത്രം മാത്രം ജപിക്കൂ, നിങ്ങൾക്കുണ്ട് എന്താ സമ്പത്ത്. ഒരു പൂജകളും ചെയ്യേണ്ട, ഒരു ക്ഷേത്രങ്ങളിലും പോകണം. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വീഴ്ന്നു പോകും, നമ്മളെ ആ ഉയർത്തെഴുന്നേൽപ്പിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പോഷകാഹാരങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ഇതിലൊന്നും ഇല്ലാതെ തന്നെ നാഗമന്ത്രം ജപിച്ച് നമുക്ക് ശക്തി നേടാം. പിന്നെ ഇനി നാഗത്തിനെ കൊന്നാലുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് ഞാൻ മറ്റൊരു അധ്യായമാണ്, അത് പറയാം. വളരെ വിചിത്രമാണ്. ഇതിനെ ഇപ്പോൾ ചോദിക്കും ചൈനയിൽ നാഗമില്ലെന്ന്, അതൊക്കെ നാഗമായിട്ട് തോന്നുന്നു. ഇവിടെ കാവുകളിൽ ഭണമുയർത്തുന്ന വിഷം ചുറ്റുന്ന ഘോരമായ സർപ്പങ്ങളാണോ, അതോ നമ്മളിവിടെ ചിക്കൻ കൊട്ടുന്ന പോലെ, കോഴിയെ വെട്ടിയെടുക്കുന്ന പോലെ നാഗം കണ്ട മാംസം മുറിച്ചെടുക്കുന്ന നാഗങ്ങളാണോ അത്? അതൊക്കെ ഇങ്ങനെ വാരി വയ്ക്കാം. ഇവിടുത്തെ കേരളത്തിലെ പരശുരാമൻ മഴുപറഞ്ഞ കേരളത്തിൽ, നേടിത്തന്ന കേരളത്തിൽ നാഗങ്ങൾക്ക് പതിച്ചു കൊടുത്ത, കമ്പലൻ എന്ന് പറയുന്ന നാഗത്തിന് പതിച്ചു കൊടുത്ത ഈ കേരളത്തിലെ നാഗങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. അത് ഏത് ജാതി മതമായാലും നാഗമന്ത്രങ്ങൾ ജപിക്കണം. നാഗത്തിൻ്റെ ഭൂമിയാണിത്. ഈ നാഗഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ പണ്ട് കാലത്ത് കാവുകളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ അതൊക്കെ എത്ര നശിപ്പിക്കപ്പെട്ട് വേറെയൊക്കെ വന്നാലും ഇതിൻ്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും വാവാ സുരേഷിനെ കുറിച്ച് പറയുന്നു. വാവയെ നമുക്ക് അഭിമാനത്തോടെ സ്മരിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യണം. വാവയുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ലഭിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.